ഹലോ ഹോബി ഹെഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1.5 kg വരുന്ന ഒരു മാംഗോ കേക്കാണ്. അപ്പോൾ ഇത് ഡോൾ ഷേപ്പിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഡോൾ ഷേപ്പ് കേക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു രസമാണ് അത് കാണാനായിട്ട്. അപ്പോൾ അത് ഈ ഒരു കേക്ക് നമുക്ക് ആദ്യം ലെയറാക്കിയതിന് ശേഷം കേക്കിൻ്റെ ഓരോ ലെയറും ഇങ്ങനെ അത്യാവശ്യം ഫില്ലിംഗ് എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി കുറച്ചൊന്ന് സെറ്റായതിന് ശേഷമാണ് കേക്കിൻ്റെ ഫൈനൽ കോട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ സെൻറ്ററിൽ ഒരു സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് ഒന്ന് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ കേക്ക് ബോർഡ് കുറച്ച് വലുതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ ആ ഒരു ഡോള് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് വലിയൊരു കേക്ക് ബോർഡ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ഗേളിൻ്റെ ഫ്രോക്കിൻ്റെ പിക്ചർ, അത് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കളറിൽ ചെയ്തെടുക്കാനായിട്ടായിരുന്നു പറഞ്ഞത് കേട്ടോ. ഈ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ ക്രീമിലോട്ട് കുറച്ചൊരു ഗ്രീൻ കളറും ഒരു ചെറിയതായിട്ടൊരു ബ്ലൂ ഷെയ്ഡും ആഡ് ചെയ്തപ്പോൾ കറക്റ്റ് ഈ ഒരു കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് എൻ്റെ മേലത്തെ ആ ഫ്രോക്കിൻ്റെ മേലത്തെ ലെയർ യെല്ലോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യെല്ലോ വെച്ചിട്ട് ആ ഒരു ലെയർ ആ ഒരു മേലത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു താഴത്തെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഡോൾ വെച്ച് കൊടുക്കാം. ഡോളിൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കേക്കിൻ്റെ മുകളിലത്തെ പോർഷനിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു മുകളിലത്തെ ആ ഒരു പോർഷനും അത് ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഞാൻ യെല്ലോ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ ആ ഒരു അവർ അയച്ചു തന്ന ഫ്രോക്കിൻ്റെ മോഡൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു കേക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വന്ന ആ ഒരു പോർഷനും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആ ഡോളിന് ബാങ്കിളും അത് വെച്ചിട്ട് തന്നെ ചെറിയൊരു നെക്ലേസും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ക്രീം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, ഫോണ്ടൻ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ആ ഒരു ഫ്രോക്കിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ചെറിയൊരു ബോ പോലത്തെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പോർഷനിലായിട്ട് നമ്മൾ ഫോണ്ടൻ്റ് വെച്ചിട്ട് ബർത്ത്ഡേ ഗേളിൻ്റെ പേരും എഴുതി കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബോർഡിലും അതുപോലെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു സർപ്രൈസ് കേക്കാണ്. അതും മാംഗോ ഫ്ലേവറിൽ വരുന്ന ഒരു കേക്കായിരുന്നു. അപ്പോൾ അതൊരു 3 ലെയറിലായിട്ട് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ ഒരു സ്മാർട്ട് വാച്ചാണ് നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു 2 ലെയർ കേക്കിൻ്റെ ആ ഒരു 2 ലെയർ നമ്മൾ മാറ്റിയിട്ട് അവിടെയായിട്ട് നമ്മൾ വാച്ച് വെക്കുന്നുണ്ട്. ആ ഒരു വാച്ച് നമ്മൾ ക്ലിൻ റാപ്പ് വെച്ച് കംപ്ലീറ്റ് കവർ ചെയ്തതിന് ശേഷമാണ് ആ ഒരു പോർഷനിലോട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കേക്കിൻ്റെ മേളിലത്തെ പോർഷൻ ജസ്റ്റ് ഒരു ചെറിയ ലെയർ വെച്ചിട്ട് ആ ഒരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ തന്നെ ആ ഒരു കേക്ക് സെറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. മറ്റേ കേക്കിൻ്റെ സെയിം ആ ഒരു കളർ കോമ്പോയിലാണ് ഈ ഒരു കേക്കും ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പാലറ്റ് നൈഫ് ഡിസൈനും സൈഡിൽ ബ്രഷ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനുമാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും സൈഡിലായിട്ട് നമ്മൾ ചോക്കോ സ്റ്റിക്ക് ഉണ്ടല്ലോ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറും കുറച്ച് ചെറീസും വെച്ചിട്ട് ഈ ഒരു കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ കുറച്ച് കട്ട് ചെയ്തൊരു പോർഷൻ ഉണ്ടായിരുന്നല്ലോ, അത്യാവശ്യം നല്ലൊരു വലിയ പീസായിരുന്നു. അപ്പോൾ അത് നമ്മൾ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന് നഷ്ടം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കേക്ക് ചെറിയൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഡ്രീം കേക്കൊക്കെ ചെറിയ കൊടുക്കുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിലാക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് കസ്റ്റമറിന് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പുഡിങ്ങിൻ്റെ ഓർഡറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്ട്രോബെറി പുഡിങ്ങും മിൽക്ക് പുഡിങ്ങും പിന്നെ പൈനാപ്പിൾ പുഡിങ്ങും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും ഈ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ, വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ.